ഓക്കെ ഗൈസ്, ഫോണുകളുടെ ഒരു പെരുമഴ തന്നെയാണ് ഈ വരുന്ന ജൂൺ മാസത്തിലുള്ളത്. അത്രയധികം പുതിയ ഫോണുകളാണ് വരുന്നത്. ബഡ്ജറ്റിലും മിഡ് റേഞ്ച് ഫ്ലാഗ്ഷിപ്പ് തുടങ്ങിയിട്ടുള്ള എല്ലാ കാറ്റഗറിയിലും ഇറങ്ങാൻ പോകുന്ന നല്ല വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഫോണുകളാണ്. അതിന്റെ എല്ലാത്തിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നുണ്ട്. അതൊന്നും മിസ്സാതിരിക്കാൻ വീഡിയോ മുഴുവനായിട്ട് കാണാം. ഇനി ഏതെങ്കിലും പുതിയ ഫോൺ വേറെ ഇറങ്ങുകയാണെങ്കിൽ ആ സ്പോട്ടിൽ നമ്മൾ അപ്ഡേഷൻ തരുന്നതാണ്. അതൊന്നും മിസ്സാതിരിക്കാൻ ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടോ. സോ കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ് സ്റ്റാർട്ട്. ഓക്കെ, ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് അണ്ടർ 20,000 താഴെയുള്ള കുറച്ച് ഫോണുകളാണ്. അതിൽ ഫസ്റ്റ് വൺ ആണ് ഓപ്പോ K13X. ഓപ്പോയുടെ K13 കഴിഞ്ഞ മെയ് മാസത്തിൽ റിലീസ് ആയിട്ടുണ്ടായിരുന്നു. അതിന്റെ അൺബോക്സിംഗ് വീഡിയോ ഒക്കെ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. സോ ഈ K13Xും ഒരു ബഡ്ജറ്റ് റേഞ്ചിലുള്ള ഫോണായിട്ടാണ് വരാൻ പോകുന്നത്. അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. 6.6 ഇഞ്ച് വരുന്ന AMOLED 120 Hz ഡിസ്പ്ലേ ആണ് ഇതിലുള്ളത്. 48 മെഗാ പിക്സലിന്റെ ഒരു മെയിൻ ക്യാമറയും 2 മെഗാ പിക്സലിന്റെ ഡെപ്ത് ക്യാമറയാണ് ബാക്ക് സൈഡിലുള്ളത്. 5000 mAh ബാറ്ററി, 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ്. ഇതിന്റെ സ്റ്റോറേജ് നോക്കുകയാണെങ്കിൽ 6GB 128GB അല്ലെങ്കിൽ 8GB 256GB ഈ രണ്ട് വേരിയന്റിലായിരിക്കും ഈ ഫോൺ ഇറങ്ങാൻ പോകുന്നത്. ഓൾമോസ്റ്റ് 50,000 ആയിരിക്കും ഇതിന്റെ പ്രൈസ് റേഞ്ച് വരാൻ പോകുന്നത് കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫോൺ ആയിരിക്കാനാണ് സാധ്യത. നമുക്ക് നോക്കാം. അടുത്ത CMF Phone 2. CMF Phone 2 Pro ഓൾറെഡി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിന്റെ CMF Phone 2 ആണ് ഈ വരുന്ന ജൂൺ മാസത്തിൽ വരാൻ പോകുന്നത്. Dimensity 7300 ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ചിപ്സെറ്റ്. 6.67 ഇഞ്ചിന്റെ ഫുൾ HD പ്ലസ് 120 Hz വരുന്ന ഒരു AMOLED ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. 5000 mAh ബാറ്ററിയും 33 വാട്ട് ഫാസ്റ്റ് ചാർജിംഗ് ആണ് വരുന്നത്. കൂടാതെ 50 മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറയും 2 മെഗാ പിക്സലിന്റെ ഡെപ്ത് ക്യാമറയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഈ CMF Phone 2 അതിന്റെ കൂടെ ചാർജറും കേസും ഒക്കെ ഉണ്ടാവും എന്നാണ് കേട്ടിട്ടുള്ളത്. അതില്ലാന്നുണ്ടെങ്കിൽ എക്സ്ട്രാ നിങ്ങൾ 2000 ചിലവാക്കേണ്ടി വരും. സോ വെയിറ്റ് ചെയ്യാം. CMF ഫോണിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം ഓർമ്മ വന്നത്, നമ്മളെ നത്തിങ് ഫോൺ 3 ഇപ്പൊ ഇറങ്ങും എന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഇറങ്ങിയിട്ടില്ല. ഓൾമോസ്റ്റ് ജൂണിൽ ഇറങ്ങുമെന്നായിരുന്നു പറഞ്ഞു വരുന്നത്. പക്ഷെ അത് ജൂണിൽ നിന്ന് മാറ്റിയിട്ട് ജൂലൈയിലേക്ക് മാറ്റിയിട്ടുണ്ട്. സോ നത്തിങ് ഫോൺ 3 ജൂലൈയിലായിരിക്കും റിലീസ് ആകാൻ പോകുന്നത്. ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഫോൺ ആയിരിക്കും കേട്ടോ നത്തിങ് ഫോൺ 3. ഏതാണ്ട് ഒരു 80,000 ആണ് അതിന്റെ പ്രൈസ് റേഞ്ച് കാണുന്നത്. ഈ 80,000 നത്തിങ് ഫോൺ 3 നിങ്ങൾ വാങ്ങിക്കുക. എന്തായാലും താഴെ കമന്റ് ചെയ്യാം കേട്ടോ. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് 25,000 ഇടയിലാണ്. 25,000 ഇടയിൽ നിങ്ങൾക്ക് അറിയാം മോട്ടറോളയാണ് കൂടുതൽ ഫോണുകൾ ഇറക്കാനുള്ളത്. സോ അതുപോലെ തന്നെ മോട്ടറോളയിൽ പുതിയ ഫോൺ കൂടി വരുന്നുണ്ട്. മോട്ടറോള എഡ്ജ് 60 ആണ് വരാൻ പോകുന്നത്. 6.67 ഇഞ്ച് വരുന്ന 1.5K റെസൊല്യൂഷൻ ക്വാഡ് കർവ് ഡിസ്പ്ലേ ആയിട്ടുള്ള ഒരു ഫോണാണ് വരാൻ പോകുന്നത്. 50+8 മെഗാ പിക്സലിന്റെ 2 റിയർ ക്യാമറയും 60 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. 4400 mAh ആണ് ഇതിന്റെ ബാറ്ററി വരുന്നത്. 68 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് മോട്ടറോള ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇത് ഒരു 25,000 താഴെ ആയിരിക്കും വരാൻ പോകുന്നത്. സോ വെയിറ്റ് ചെയ്യാം. അടുത്താണ് OnePlus Nord CE5. OnePlusന്റെ നോഡ് സീരീസ് എന്ന് പറഞ്ഞ ഒരു ബഡ്ജറ്റ് മിഡ് റേഞ്ച് സെഗ്മെന്റിൽ നല്ല ഫോണുകളാണ്. അതിന്റെ OnePlus Nord CE5 ഇറങ്ങാൻ പോകുന്നത്. OnePlus Nord CE5ന്റെ സ്പെസിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ Dimensityന്റെ 8350 എന്നുള്ള ചിപ്സെറ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. 6.7 ഇഞ്ച് വരുന്ന OLED ഫുൾ HD പ്ലസ് 120 Hz ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. 7100 mAh ബാറ്ററി വിത്ത് 80 വാട്ട് ഫാസ്റ്റ് ചാർജിംഗ് ഉണ്ട്. കൂടാതെ 50 മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറ, 8 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡ് ക്യാമറ, 60 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. റാം സ്റ്റോറേജ് നോക്കുകയാണെങ്കിൽ 8GB 256GB ആയിരിക്കും വരാൻ പോകുന്നത്. അത് UFS 4.0 ആണ്. റാം വേരിയന്റ് ആണെങ്കിൽ LPDDR5X റാം ആയിരിക്കും. സോ നല്ലൊരു ഫാസ്റ്റ് ആയിട്ടുള്ള ഫോൺ തന്നെ ആയിരിക്കും ഈ നോഡ് CE5. ഓക്കെ ഗൈസ്, അടുത്ത കാറ്റഗറിയാണ് അണ്ടർ 30,000. ഓൾമോസ്റ്റ് 8 മിക്ക പേര് ഫോൺ വാങ്ങുന്നത് 25 to 30,000 ഇടയിലായിരിക്കും. സോ അവിടെ ഇറങ്ങാൻ പോകുന്ന കുറച്ച് ഫോണുകൾ നമുക്ക് പരിചയപ്പെടാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നോക്കാൻ പോകുന്നത് പോക്കോയിൽ നിന്നുള്ള ഒരു ഫോണാണ്. പോക്കോ F7 8 Gen 4 ആയിരിക്കും ഇതിൽ വരുന്ന ചിപ്സെറ്റ്. 50+8 മെഗാ പിക്സലിന്റെ 2 ക്യാമറയും 7550 mAh ബാറ്ററി വിട്ട് 90 വാട്ട് ഫാസ്റ്റ് ചാർജിംഗ് ആയിട്ടായിരിക്കും ഈ ഒരു ഫോൺ വരാൻ പോകുന്നത്. കുറച്ച് മുന്നേ നമ്മൾ OnePlusന്റെ നോഡ് CE5 പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ OnePlus Nord 5 ഈ ജൂൺ മാസത്തിലാണ് റിലീസ് ആകാൻ പോകുന്നത്. 6.7 ഇഞ്ച് വരുന്ന 1.5K റെസൊല്യൂഷൻ 120 Hz ഒരു AMOLED ഡിസ്പ്ലേ ആണ് ഇതിനുള്ളത്. Dimensityയുടെ 9400E എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചിപ്സെറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇതൊരു പുതിയ ചിപ്സെറ്റ് ആണ്. 9400ന്റെ ഒരു പൊടിക്ക് പെർഫോമൻസ് കുറഞ്ഞിട്ടുള്ള ഒരു ചിപ്സെറ്റ് ആണ്. കൂടാതെ 50+8 മെഗാ പിക്സലിന്റെ 2 ക്യാമറയും 5500 mAh ബാറ്ററിയും 100 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് ആണ് ഇതിൽ കൊടുത്തത്. ഇത് നല്ലൊരു മിഡ് റേഞ്ച് ഫോണാണുള്ള ചാൻസ് ഉണ്ട്. സോ വെയിറ്റ് ആൻഡ് സീ. അടുത്തത് വീണ്ടും ഓപ്പോ ആണ്. ഓപ്പോ ഈ K സീരീസ് വിട്ടിട്ടില്ല. ഓപ്പോയുടെ K30 Turbo എന്ന് പറഞ്ഞ ഒരു ഫോണും ഈ വരുന്ന ജൂൺ മാസത്തിൽ റിലീസ് ആവാൻ നിൽക്കുക. 30,000 രൂപയുടെ താഴെ ആയിരിക്കും ഇതിന്റെ പ്രൈസ് വരുന്നത്. 8 Gen 4 ആണ് ഇതിലും യൂസ് ചെയ്തിരിക്കുന്ന ചിപ്സെറ്റ്. 50+8+2 മെഗാ പിക്സലിന്റെ 3 ക്യാമറ ആയിരിക്കും ഇതിന്റെ ബാക്ക് സൈഡിൽ കൊടുക്കാൻ പോകുന്നത്. 7300 mAh ബാറ്ററിയും 100 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് ആണ് ഇതിലുള്ളത്. കൂടാതെ 6.7 ഇഞ്ചിന്റെ ഒരു 120 Hz AMOLED ഡിസ്പ്ലേയും ഈ ഒരു ഫോണിനുണ്ടായിരിക്കും. ഓക്കെ, അടുത്ത കാറ്റഗറിയാണ് അണ്ടർ 40,000. ഓപ്പോ ഇങ്ങനെ K സീരീസിന് ഫോണുകൾ ഇറക്കിക്കൊണ്ടിരിക്കുന്നത് വിവോക്ക് അത് പിടിക്കുന്നില്ല എന്ന് തോന്നുന്നു. സോ വിവോ അവരെ T സീരീസ് ഉള്ള ഫോണുകൾ ഇതുപോലെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്.
അണ്ടർ 40,000 നമ്മൾ നോക്കാൻ പോകുന്ന ഫസ്റ്റത്തെ ഫോൺ വിവോയുടെ T4 Ultra എന്ന് പറഞ്ഞിട്ടുള്ള ഫോൺ. ഡയമൻസിറ്റിയുടെ 9300E എന്ന് പറഞ്ഞിട്ടുള്ള ചിപ്സെറ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. 6.78 ഇഞ്ച് വരുന്ന 1.5K റെസൊല്യൂഷന്റെ കേർവ്ഡ് ആയിട്ടുള്ള ഒരു 120 Hz AMOLED ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. 5000 mAh ബാറ്ററിയും 80 വാട്ട് ഫാസ്റ്റ് ചാർജിങ്ങുമാണ് ഈ ഫോണിൽ വരാൻ പോകുന്നത്. അടുത്താണ് ഗൈസ് അണ്ടർ 50,000. ഈ ഒരു കാറ്റഗറിയിൽ ഞാൻ ഏറ്റവും വെയിറ്റ് ചെയ്യുന്ന ഒരു ഫോണാണ്. ഞാൻ മാത്രമല്ല ഒട്ടുമിക്ക പേരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫോണാണ് OnePlusന്റെ 13S. ഒരുപാട് നാളെ ഇത് ഇറങ്ങുമെന്ന് പറഞ്ഞിട്ടിരിക്കുന്നു. സോ ജൂൺ 5-ാം തീയതി ഇതിന്റെ റിലീസ് ഡേറ്റ് ഉറപ്പായിട്ടുണ്ട്. ഇതിന്റെ സ്പെസിഫിക്കേഷൻ ഒരുപാട് വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, എങ്കിലും ഞാൻ പറഞ്ഞുതരാം. 6.32 ഇഞ്ച് വരുന്ന AMOLED 120 Hz ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. സ്നാപ്ഡ്രാഗന്റെ 8 ആയിരിക്കും ഇതിൽ യൂസ് ചെയ്യാൻ പോകുന്ന ചിപ്സെറ്റ്. 50+50 മെഗാപിക്സലിന്റെ രണ്ട് റിയർ ക്യാമറയും 32 മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. 6260 mAh ബാറ്ററിയും 80 വാട്ട് ഫാസ്റ്റ് ചാർജിങ്ങുമായിട്ടാണ് ഈ ഫോൺ വരാൻ പോകുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ച് കിട്ടാവുന്ന ദ ബെസ്റ്റ് ഫോൺ ആയിരിക്കും ഇതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം 8 എലൈറ്റ് വെച്ച് വരുന്ന ഏറ്റവും വില കുറഞ്ഞ ഒരു ഫോൺ ഇതായിരിക്കാനാണ് ചാൻസ്. വിവോയുടെ ക്യാമറ സെൻട്രിക് ഫോൺ ആയിട്ടുള്ള X സീരീസിന്റെ ഒരു ഫാൻ എഡിഷൻ ഫോണാണ് അടുത്ത ഫോൺ നമ്മൾ നോക്കാൻ പോകുന്നത്. വിവോയുടെ X200 FE ക്യാമറ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ഫോൺ ആയിരിക്കും എന്നുള്ളത് തീർച്ചയാണ്. സോ ഇതിന്റെ സ്പെസിഫിക്കേഷൻസ് വരുന്നത് 6.3 ഇഞ്ച് വരുന്ന 1.5K റെസൊല്യൂഷൻ 120 Hz വരുന്ന ഒരു LTPO AMOLED ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഡയമൻസിറ്റിയുടെ 9400E ആണ് യൂസ് ചെയ്തിട്ടുള്ള ചിപ്സെറ്റ്. 50+50+50 ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പിലാണ് ഇത് വരാൻ പോകുന്നത്. 6500 mAh ബാറ്ററി 90 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് ഇതുണ്ടായിരിക്കും. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ വിവോയുടെ X200 എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് ക്യാമറ ഫോൺ എന്ന് തന്നെ പറയേണ്ടി വരും. അതിന്റെ ഫാൻ എഡിഷൻ ഫോണാണ്. സ്വാഭാവികമായിട്ടും ക്യാമറ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ഫോൺ ആയിരിക്കും. സോ ഒരുപാട് ഫോട്ടോ ഒക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഫോണാണ് കേട്ടത്. സോ വെയിറ്റ് ആൻഡ് സീ. സോ 50,000 മുകളിലുള്ള ഒരു ഫോൺ കൂടി ഇറങ്ങുന്നുണ്ട്. സോ അതാണ് മോട്ടോറോളയുടെ Razr 60. Razr സീരീസ് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഫ്ലിപ്പ് ചെയ്യാൻ പറ്റുന്ന ഫോണാണ്. സോ ഇതിന്റെ സ്പെസിഫിക്കേഷൻ വരുന്നത് 0.9 ഇഞ്ച് വരുന്ന ഫോൾഡബിൾ AMOLED 120 Hz ഡിസ്പ്ലേ ആണ് വരുന്നത്. കൂടാതെ ബാക്ക് സൈഡിലായിട്ട് 3.6 ഇഞ്ച് വരുന്ന ഒരു എക്സ്റ്റേണൽ AMOLED ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. സ്നാപ്ഡ്രാഗന്റെ 8S Gen 3 ആണ് യൂസ് ചെയ്യാൻ പോകുന്ന ചിപ്സെറ്റ്. 50+30 മെഗാപിക്സലിന്റെ രണ്ട് ബാക്ക് ക്യാമറയും 32 മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. 4500 mAh ബാറ്ററി 30 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിംഗ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. സോ ഇറ്റ്സ് എ ഗുഡ് ഫോൺ. സോ ഇപ്പൊ ഈ പറഞ്ഞതിന്റെ ബഡ്ജറ്റിലും മിഡ് റേഞ്ചിലും ഫ്ലാഗ്ഷിപ്പിലായിട്ട് നല്ല ഫോണുകളാണ് ഇറങ്ങാൻ പോകുന്നത്. സോ ആരെങ്കിലും ഫോൺ മേടിക്കാൻ നിൽക്കുന്നുണ്ട് ഒന്ന് വെയിറ്റ് ചെയ്തോളൂ. ജൂൺ മാസത്തിൽ ഈ ഫോണുകളൊക്കെ ഒന്ന് ഇറങ്ങിയതിന് ശേഷം നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഏത് ഫോൺ വേണമെന്നുള്ളത്. സോ ഇനി ഏതെങ്കിലും പുതിയ ഫോൺ വരികയാണെങ്കിൽ നമ്മൾ ആ സ്പോട്ടിൽ അപ്ഡേറ്റ് ചെയ്യും. സോ അതൊന്നും മിസ് ആവാതിരിക്കാൻ ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടോ. അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.